ഉപതെരഞ്ഞെടുപ്പില്ലേ ചേർക്കയാണെങ്കിലും പാലക്കാടാണെങ്കിലും ഒക്കെ ഒരുപക്ഷെ UDF-നെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാകുന്നത് അല്ലെങ്കിൽ ഭീകരന്റെ കാര്യത്തിൽ വേറൊരു സ്റ്റേറ്റ് ആകുന്നത്. അല്ല, ചേലക്കരയിൽ ഇപ്പം ബിനുവിനൊക്കെ ആലോചിച്ചാൽ തന്നെ അറിയാമല്ലോ. അവിടെ ഞങ്ങളും കൂടെ ഒരുമിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ UDF-ന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ചേലക്കര പോലെയുള്ളൊരു പാറപ്പുറത്താണ് നമ്മൾ 3920 വോട്ട് പിടിച്ചത്. പാലക്കാട് നമ്മൾ മത്സരിച്ചിരുന്നെങ്കിൽ എന്താ? എൻ്റെ ഒരു ഹോം ടൗണാണ്. നിലമ്പൂരും വണ്ടൂരും ഏറനാടും മഞ്ചേരിയൊക്കെ എത്ര ബന്ധമുണ്ടോ അതുപോലെ അത്രയും ബന്ധമുള്ള ടൗണാണ് പാലക്കാട്. 10-12 വർഷം ഞാൻ പല വ്യവസായങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കി എല്ലാവർക്കും നല്ലതാണ്. നമ്മൾ പറഞ്ഞ ഒരു ആൻറ്റി പിണറായിസം, ആ പൊളിറ്റിക്സ് അതിനെ അടിവര ഇട്ടുകൊണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പോൾ ഈ പാർട്ടി സമ്മേളനങ്ങളിൽ മുഴുവൻ നടക്കുന്നത്. ഇപ്പോൾ എം സ്വരാജിനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അവരുടെ സമ്മേളന സ്ഥലത്തു നിന്ന് കയ്യാങ്കളിയുടെ ഭാഗമായി ഇറങ്ങിപ്പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ഒട്ടാകുണ്ട്. നമ്മൾ ഈ പുറത്തുള്ള പൊട്ടിത്തെറി മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ CPM അനുഭാവികളിൽ സഖാക്കളുടെ സാധാരണക്കാരായ പ്രവർത്തകർ താഴെക്കടയുള്ള ലീഡർഷിപ്പിൽ ഈ വിഷയം, ഈ പിണറായിസം അവരിങ്ങനെ എന്താ പറയുക താങ്ങി നിൽക്കാൻ കഴിഞ്ഞിട്ടല്ല. പക്ഷേ ആ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിൽ നിൽക്കുകയാണ്. ആ പാർട്ടിയുടെ നയം വ്യതിചലിച്ച് മറ്റൊരു ദിശയിലേക്ക് പോകും എന്നവർ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ജനുവരി ഫെബ്രുവരിയോടൊക്കെ വലിയ പൊട്ടിത്തെറികൾ നമുക്ക് കാണാൻ പോവുകയാണ്. അതിലേക്കതെത്തും. കാരണം ഞാൻ പറഞ്ഞത് മുഴുവൻ വസ്തുതയാണ് എന്ന് ആദ്യം അതിനെ അക്നോളജ് ചെയ്യുന്നത് പൊതുസമൂഹത്തിന് മുമ്പ് സഖാക്കളാണ്. അവരാണ് ഇതിൻ്റെ നേർസാക്ഷികളും ദൃക്സാക്ഷികളും അനുഭവസ്ഥരും. അതുകൊണ്ട് അവരത് കാര്യങ്ങൾ ഇപ്പോഴും ഒരു മാറ്റമുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടിയിൽ, ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒരു ചർച്ചയും നടക്കില്ല, ഒന്നും നടക്കില്ല, ഈ പറഞ്ഞതുപോലെ പോകൂ, ഇതിലേറെ മോശമായിട്ടേ പോകൂ എന്നിടത്തേക്കല്ലേ പോകുന്നത്. ഇപ്പോൾ ടീകോമിൻ്റെ കാര്യമൊക്കെ എടുത്ത് നോക്കുക. പച്ചയായിട്ട് എന്താ പറയുക, ഒരു അഴിമതിക്ക് വേണ്ടി വാതിൽ തുറന്നിടാൻ നിങ്ങൾക്കറിയില്ല. 264 ഏക്കർ ഭൂമിയും കോടാനകോടി രൂപയുടെ അഗ്രിമെൻറ്റും ചെയ്യുന്ന ഒരു അഗ്രിമെൻ്റ് വ്യവസ്ഥയിൽ പെനാൽറ്റി ക്ലോസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ അഗ്രിമെൻ്റ് പ്രിപ്പയർ ചെയ്യുമ്പം തന്നെ അതിലെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഇതൊക്കെ ജനം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇപ്പോൾ AI ക്യാമറകൾ, ഞാനതിന് അതിശക്തമായിട്ട് പിന്തുണച്ച ഒരാളാണ്. AI ക്യാമറകൾ വേണം എന്നുള്ള നിലപാട് തന്നെയാണ്. കാരണം അത്രയും ആക്സിഡൻറ്റുകൾ നമുക്ക് ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ പോലീസിനെ കൊണ്ട് മാത്രം കഴിയില്ല. അത്രയും ഡെൻസിറ്റിയുള്ള വാഹന ഡെൻസിറ്റിയുള്ള സ്റ്റേറ്റാണ്, റോഡില്ല. അപ്പോൾ AI ക്യാമറ വേണമെന്ന് നിർബന്ധമായിരുന്നു. പക്ഷെ അത് വെക്കാനേ വാശി ഉണ്ടായിരുന്നുള്ളൂ. അത് വെക്കാൻ ഭയങ്കര വാശിയാണ്. ആ വാശിയോടൊപ്പം നമ്മളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? വാങ്ങാനെല്ലാം വാങ്ങാൻ ഭയങ്കര താല്പര്യമാണ്. ആ വാങ്ങുന്നതൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ലേ? അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, അതിന് സർവീസ് ചെയ്യണ്ടേ, ആ കാര്യങ്ങൾ നടക്കണ്ടേ? അപ്പം അങ്ങനെ നോക്കിയാൽ മതി. ഒന്നിനും ഒരു സത്യസന്ധമായ ആത്മാർത്ഥമായ ഒരു നിലപാട്, ഇത് ജനങ്ങൾക്ക് ഗുണകരമാകണം, അത് കണ്ടിന്യൂ ചെയ്യണം. അതിലൂടെ ജനത്തിന് ആശ്വാസം ഉണ്ടാകണം, നാടിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെന്ന് വളരെ ഉഷാറായി വാശിയോട് കൂടിയിട്ട് പ്രഖ്യാപന സമയത്ത് പറയാൻ കഴിഞ്ഞാൽ നത്തിങ് എൽസ്. പിന്നെ എല്ലാവരും മറന്നു. AI ക്യാമറ എല്ലാവരും മറന്നുമില്ലേ? ഇപ്പോൾ കാക്കയും കിളികളും കൂട് കൂട്ടുക പല സ്ഥലത്തും നമുക്കത് കാണാം. അവർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആക്കി കൊടുത്തു നാഷണൽ ഹൈവേയിൽ കൂട് കൂട്ടാൻ. അതാണ് സ്ഥിതി. ഈ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഈ UDF-ലേക്ക് അൻവർ വരുന്നതൊക്കെ ചോദിക്കുമ്പോൾ അൻവറുമായി ഇതുവരെ ചർച്ച ഒന്നും നടന്നിട്ടില്ല, UDF ചെയർമാനാണ് താൻ, അങ്ങനെ ചർച്ചയുടെ പ്രശ്നവുമില്ല എന്നായിരുന്നു മറുപടി പറഞ്ഞത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഒരു ചർച്ചയും നടന്നിട്ടില്ല, സത്യം പറഞ്ഞാണ്. അല്ല, ഈ ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? സംസാരത്തിൽ നിന്ന് അങ്ങനെയല്ല. അല്ല, അതെനിക്കറിയില്ല, അദ്ദേഹത്തോട് ചോദിക്കണം. സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ വരാമെങ്കിൽ എന്തുകൊണ്ട് PV അൻവറിന് മുസ്ലിം ലീഗിലെ കോൺഗ്രസിൽ പോകാൻ പറ്റുന്നില്ല? അത് ഞാനല്ലേ തീരുമാനിക്കണ്ടേ? ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ബംഗാളിലുള്ള ഒരു പാർട്ടിയാണ്. എന്ത് പറഞ്ഞാലും ആ ഒരു സംസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള ഒരു കുറച്ചുകൂടെ വ്യക്തി കേന്ദ്രീകൃതമായ പാർട്ടികളാണ്. അപ്പോൾ എന്തുകൊണ്ട് അതുപോലെയുള്ള സാധ്യതകൾ താങ്കൾ കേരളത്തിലുള്ള നേതാവ് കൂടിയാണ്? അല്ല, അത് വ്യക്തി കേന്ദ്രീകൃത ഒരു പാർട്ടിയാണ് തൃണമൂല് എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഒന്നാമത് അവർക്ക് വ്യക്തി കേന്ദ്രീകൃതമാകാം, അവർക്ക് കുടുംബമില്ല, ഭർത്താവില്ല, മക്കളില്ല, അങ്ങനത്തെ ഒരു സംഭവമില്ല. അവർ തീർത്തും ഡിവോട്ടഡ് ആയിട്ട് പൊളിറ്റിക്സിന് വേണ്ടി നിൽക്കുന്ന ഒരു ലേഡി ലീഡറാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്.
പിന്നെ അങ്ങോട്ട് പറയാം വ്യക്തി കേന്ദ്രീകൃതമാണ്, കുടുംബ കേന്ദ്രീകൃതമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു തലയുമാലൊന്നും ആർക്കും ഉണ്ടാവില്ല. ഈ മമത മാത്രമല്ല അവരെടുക്കുന്ന സ്റ്റാൻഡുകൾ നമുക്കറിയാലോ. ഒരു സ്റ്റാൻഡ് അവരെടുത്താൽ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കും. എന്ത് റിസ്ക് വന്നാലും. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, സാഹചര്യത്തിനനുസരിച്ച് കാറ്റിനനുസരിച്ച് ചാഞ്ഞും ചരിഞ്ഞും പോകുന്ന ഒരു ലീഡറല്ല അവർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും നിലവിലുണ്ടാകുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. എന്തുകൊണ്ട് ലീഗും അല്ലെങ്കിൽ സംഘടന പോസിബിലിറ്റി നോക്കുന്നേയില്ല, അത് തീർത്തും ഉപേക്ഷിച്ചു? അല്ല, തീർത്തും ഉപേക്ഷിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളെന്ന് വെച്ചാൽ നമ്മൾക്ക് കുറച്ചും കൂടി ശക്തമായി കാര്യങ്ങൾ പറയാൻ കഴിയണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ തന്നെ ശക്തി കുറവുണ്ടല്ലോ പ്രതിപക്ഷത്തിന്. എന്തുകൊണ്ടാണ് ശക്തി കുറവ്? ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ആഞ്ഞടിക്കേണ്ട വിഷയങ്ങളിൽ ചില ഘട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ കഴിയുന്നില്ല. ആ പരിമിതിയാണല്ലോ CPM നിലനിർത്തി പോകുന്നത്. പിണറായി വിജയനെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ കൃത്യമായ എന്താ പറയുക ബേസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജനത ഏറ്റെടുത്തല്ലോ, പത്രങ്ങൾ ഏറ്റെടുത്തല്ലോ, നിങ്ങൾ ഏറ്റെടുത്തല്ലോ. ആ ഒരു ലൈവായിട്ട് ആ ചർച്ച ഇപ്പോഴും നാട്ടിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് എന്താണ്? RSS റിലേറ്റഡ് ഇഷ്യൂസാണ്. ആ RSS റിലേറ്റഡ് ഇഷ്യൂസിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ നിൽക്കുന്ന ഒരു ചീഫ് മിനിസ്റ്ററും ഒരു പൊളിറ്റിക്കൽ ലീഡറുമാണ് മമത. അതേ സ്റ്റാൻഡിലുണ്ടായിരുന്നു നമുക്കറിയാം. അതുകൊണ്ട് നമ്മളൊരു സെക്യുലർ സ്വഭാവമുള്ള, ആൻറ്റി ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു ലീഡർഷിപ്പ് എന്ന നിലയ്ക്ക് തന്നെയാണ് അതിനെ കാണുന്നത്. മമതയായിട്ട് സംസാരിച്ചു. നമുക്കിത് പിന്നെ പറയാം. നമ്മളിപ്പോൾ എന്ത് വിളിച്ച കാര്യം ഈ നവീൻ ബാബു ആണല്ലോ. അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. മറ്റേ നമുക്ക് ഇനി പറയാൻ സമയമുണ്ട്.